നാഷണൽ അവാർഡ് ഡിസേർവിംഗ് ആയിട്ടുള്ള അടുത്തൊരു പടം OTT വന്നിട്ടുണ്ട്. ഡിസേർവിംഗ് ആയിട്ടുള്ള എന്നല്ല, ഈ പടത്തിന് തന്നെ ആയിരിക്കും. കാരണം അതിന് സർട്ടൻ ക്രൈറ്റീരിയ ഉണ്ട്. അത് മൊത്തം ഈ പടം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. മലയാളികളെ കോമാളികളാക്കുക, മലയാളത്തെ കളിയാക്കുക, കേരളം എന്തോ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കാണിക്കുക. ഈ ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തോ, ദെൻ ദ അവാർഡ് ഈസ് ഓൾ യുവേഴ്സ്. സിനിമ പരം സുന്ദരി അങ്ങനെ പറഞ്ഞ പലർക്കും അറിയില്ല. തേക്കപ്പെട്ട സുന്ദരി, മേക്കപ്പെട്ട സുന്ദരി, വെറുക്കപ്പെട്ട സുന്ദരി, ചുവപ്പ് കളറിലെ സാരി, ഞങ്ങൾ ഡേഞ്ചർ ആണല്ലോ. ഏത് മറ്റവനെ ഇതിന്റെ ലിറിക്സ് എഴുതിയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. വളരെ നല്ലതായിരുന്നു. ജാൻവി കപൂർ നമ്പർ 1 കോമാളിയാണെന്ന് തെളിയിച്ചൊരു സിനിമയാണ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാണ് വെച്ചാൽ പുതുതായിട്ടൊരു ലാംഗ്വേജ് ആൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഇത് മലയാളം ഒന്നല്ല. ഇതാണോ മലയാളം? മലയാളം തറ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കൊച്ചു പറയുന്നത് മലയാളം, മലയാളമല്ല മലയാളം, വിജയ് മല്യയുടെ മലയാളം. ആൻഡ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റേ ലാലേട്ടനെ പൊക്കി അടിക്കുന്നുണ്ട്. കാണിക്കുന്നത് നെയ്യാറ്റിങ്കര സ്ഥലമാണ്. നെയ്യാറ്റിങ്കര ഗോപന്റെ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല. പിന്നെ ഇതേപോലെ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, കേരള സ്റ്റോറിയിലെ ശാലിനി ഉണ്ണികൃഷ്ണൻ മലയാളം കരച്ചരിയ ഉണ്ണിയപ്പ മുറുക്ക്, അതിന്റെ ചേച്ചിയായിട്ട് വേണമെങ്കിൽ വരും. ഇതിൽ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ ക്യാരക്ടർ ബേസിക്കലി പഞ്ചാബിയാണ് പറയുന്നത്. ആൾ കേരളത്തിലോട്ട് വരികയാണ്. ആൻഡ് കേരളത്തിലുള്ള ആൾക്കാരെ ഇതില് പോർട്രേ ചെയ്തിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഒരു ഡാർക്ക് സ്കിന്നുള്ള ഒരാളെ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ മലയാളി ആയിരിക്കും. കേരളത്തിലുള്ള ആൾക്കാർ രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന പരിപാടി കള്ളു കുടിക്കലാണ്. ഇത്ര ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ട് കള്ളു കുടിച്ചിട്ട് നേരെ കൊണ്ട് അലക്കണൊക്കെ കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോഴും റേഞ്ചും ഇന്റർനെറ്റ് ഒന്നുമില്ല. തെങ്ങിന്റെ മണ്ടേ കയറിയാൽ മാത്രമേ 5G കിട്ടുള്ളൂ. ആൻഡ് ഒരു നോർത്ത് ഇന്ത്യൻ ഗായ് ഒരു സ്ലീവ്ലെസ് നൈക്കിന്റെ ടീഷർട്ടും ഒരു ഷോർട്സും ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് മൂഡാവും. ഇത്ര അത് ഏത് മറ്റിടത്തെ ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിൽ സിദ്ധാർത്ഥ് മൽഹോത്ര അങ്ങനെ പോയിട്ട് പെണ്ണൊന്ന് തട്ടുണ്ട്, അപ്പോഴേക്കും ആ പെണ്ണ് മൂഡായിട്ട് കിസ് അടിക്കാനൊക്കെ പോകുന്നു. എവിടെ ഇവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സ്? എവിടെ വുമൻ സെക്യൂരിറ്റി ഫോഴ്സ്? എവിടെ? ഇതിപ്പോ ഒരു മലയാളം പടത്തിലാണ് വെച്ചോ, ആ പടം നിരോധിക്കണം, ഇവൻ രാജിവെക്കണം, മറ്റവൻ ആത്മഹത്യ ചെയ്യണം പറഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ബോളിവുഡ് പടത്തിലാണ് കേരളത്തെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. വളരെ നല്ല കാര്യം. പിന്നെ കേരളത്തിലെ പെണ്ണുങ്ങള് പുറത്തിറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മുല്ലപ്പൂ വെക്കാൻ വേണ്ടിയിട്ട്. കേരളത്തിലെ പെണ്ണുങ്ങൾ തെങ്ങ് കയറും. എന്തോന്നടേ ഇതൊക്കെ. സോ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഒന്ന് ചെറുതായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ എന്താ നടക്കണമെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഒരു പരട്ടപ്പടം. ആൻഡ് ഇതില് അഭിനയിച്ച മലയാളി ആക്ടേഴ്സ്, ഈച്ച് ആൻഡ് എവറി മലയാളം ആക്ടർ ഹു ഇസ് എ പാർട്ട് ഓഫ് ദിസ് ഫിലിം ഹാവ് സം ഷെയിം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത്രയും ഒരു ഐ റിയലി ഫീൽ പിറ്റി ഫോർ യു. ഇതിൽ അഭിനയിച്ചില്ലേ രഞ്ജി പണിക്കർ. ജാൻവി കപൂർ കഴിഞ്ഞ അടുത്ത കോമാളി ഇതില് സിദ്ധാർത്ഥ് മൽഹോത്ര അല്ല, രഞ്ജി പണിക്കരാണ്. എന്റെ പൊന്നാണ്, നിങ്ങളോടൊക്കെ നമുക്ക് ഭയങ്കര ബഹുമാനമാണ്. നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ കോമാളിയാവരുത്. ഈ മറ്റേ സർവ്വ ലോകത്തുള്ള എല്ലാ എയറും പിടിച്ച് ഈ മറ്റേ ഒരുത്തൻ ഷോർട്സ് ഇട്ട് പോയി കഴിഞ്ഞാൽ മലയാളികൾ അപ്പൊ കൊണ്ടേ മുണ്ട് ഉടുപ്പിക്കുന്ന അതിൽ മുണ്ട് ഉടുപ്പിക്കുന്ന ഒരുത്തൻ വന്നിട്ട് ഷോർട്സ് ഇട്ടാ നടക്കുന്നത്. അത് കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ജാൻവി കപൂർ പറയുന്ന ലാംഗ്വേജ് ദാറ്റ്സ് നോട്ട് മലയാളം, ആക്ച്വലി മലയാളം. അതേപോലെ തന്നെ എന്റെ അച്ഛനം അമ്മയം പൂട്ട് കൊടല. പിന്നെ മറ്റേ ഒരു പാട്ടുണ്ട്, ഒന്ന് തൊട്ടേനെ കണ്ണിൽ കണ്ടി വെച്ച് തൊട്ടേനെ. എന്ത് കണ്ടി? ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ട്രാൻസ്ലേറ്റർ ആണ് ഇതിൽ രഞ്ജി പണിക്കര്. അണ്ണാ നിങ്ങളുടെയൊക്കെ അവസ്ഥ ആലോചിക്കുമ്പോ ഭയങ്കര ലജ്ജയാണ് തോന്നുന്നത്. എങ്ങനെ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ആൻഡ് അടുത്തത് തൻവിക്ക് ഇതിൽ 2.5 മിനിറ്റ് റോളേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവാത്തത് പോലത്തെ പടത്തിൽ ഇത്ര കിടു ക്യാരക്ടർ ചെയ്ത ഒരാളാണ് ഈ 2.5 മിനിറ്റിന്റെ അപരാധത്തിൽ പോയി അഭിനയിച്ചിരിക്കുന്നത്. ഈ 2.5 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ നോളൻ കാസ്റ്റ് ടീം പറഞ്ഞിട്ടാണോ, അതോ മറ്റേ രാജമൗലി വിളിച്ച് കാസ്റ്റ് ടീം പറഞ്ഞിട്ടാ? നമ്മുടെ ലിജോ മോളിന്റെ ബ്രദറായിട്ട് പൊന്മാനിൽ അഭിനയിച്ച ആൾ ഇതിലുണ്ട്. എന്റെ പൊന്നു ബ്രോ, സിനിമ കിട്ടിയില്ല എന്നേ ഉള്ളൂ ഇങ്ങനത്തെ അപരാധത്തിലൊക്കെ. ആൻഡ് ഈ നെപ്പോ കിഡ്സിനൊക്കെ ഒരു പണിയില്ലെങ്കിൽ വീട്ടിലിരുന്നൂടെ സുഖമായിട്ട് തിന്നുക, കുടിക്കുക, TV കാണുക, പ്ലേ സ്റ്റേഷൻ എടുക്കുക, കളിക്കുക, ഇരിക്കുക. അല്ലെങ്കിൽ ഗായ് സ്റ്റാർട്ട് ആൻ NGO എന്നിട്ട് ആൾക്കാരെ സഹായിക്കുക, പ്രൊട്ടക്ട് ചെയ്യുക. ഇത് എല്ലാത്തിനും സിനിമയിൽ വരണം. ആൻഡ് നെപ്പോ കിഡ്സ് ആണെന്ന് വെച്ചാൽ നെപ്പോ കിഡ്സ് പഠിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ദുൽഖർ സൽമാൻ നെപ്പോ കിഡ് അല്ലേ. ഇനീഷ്യലി ഒന്നും ദുൽഖറിന് അത്ര നല്ല അക്സെപ്റ്റൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആള് ഹാർഡ് വർക്ക് ചെയ്ത് ഈസ് നൗ എ പാൻ ഇന്ത്യൻ സ്റ്റാർ. ചുമ്മാ വെള്ളയപ്പം വിറ്റിട്ട് കിട്ടിയതല്ല. ഫഹദ് ഫാസിലിന്റെ മകനാണ് ഡയറക്ടർ ഫാസിലിന്റെ. ആളെന്തായിരുന്നു ആദ്യത്തെ പടം കഴിഞ്ഞപ്പോ ആള് പോയി. ആൻഡ് ഇപ്പൊ വന്നിട്ട് എന്താ, എല്ലാവരും ആലിയ ഭട്ടിന്റെ അടുത്തൊക്കെ ചോദിക്കും, ഓ ഫഹദ് ഫാസിൽ ആവേശം, ക്യാ സബർദസ്ത് ആക്ടർ ഹേ ബായ്.
ആവേശം അല്ല കാണേണ്ടത്. ഫഹദ് ഫാസിൽ എന്താണെന്ന് അറിയണം വെച്ചാൽ നോർത്ത് 24 കാലം കാണും, ഇയോബിന്റെ പുസ്തകം കാണും, ഞാൻ പ്രകാശം കാണും, മഹേഷിന്റെ പ്രതികാരം കാണും, കാർബൺ കാണും, അങ്ങനെ ഒരു ലോഡ് പടങ്ങൾ ഉണ്ട് അങ്ങേര്, അതൊക്കെ ഇരുന്ന് കാണും, ഡയമണ്ട് നെക്ലസ് കാണും. അല്ല ആവേശം കണ്ടിട്ട് ക്യാ സബർദസ്. ഇനിയിപ്പോ ധ്രുവ് വിക്രം, ധ്രുവ് വിക്രം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ അച്ഛന്റെ പേര് കളയാതിരിക്കാൻ ഞാൻ ഏത് എക്സ്റ്റെന്റ് വരെ പോകാൻ റെഡിയാണ്. ഇവരെയൊക്കെ കണ്ടിട്ടാണ് പഠിക്കേണ്ടത്, അല്ലാതെ ജസ്റ്റ് ബിക്കോസ് യു ആർ ഗ്ലാമറസ് ദാറ്റ് ഡസന്റ് മീൻ യു ആർ ഗോയിങ് ടു ബി ഗ്രേറ്റ് ആക്ടർ. എന്നിട്ട് പറയണ്ടായിരുന്നു, ഐ ആം റെഡി ടു ടേക്ക് പാർട്ട് ഇൻ എനി ഓഡീഷൻ ടു ആക്ട് ഇൻ എ വിജയ് സേതുപതി മൂവി. എന്നിട്ട് എന്തിന് വിജയ് സേതുപതിയുടെ പേര് ഊരും കളയാനാണ്? ഇവിടെയൊക്കെ വന്നിട്ട് മലയാളം ഇൻഡസ്ട്രി ഒരു കിടു പടം എടുത്തിട്ട്, ലോക പോലൊരു സിനിമ എടുത്തിട്ട് നമ്മൾ പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസ് ഉണ്ടാക്കുന്ന സമയത്താണ് ഇവിടെ വന്നിട്ട് സൗത്ത് കണ്ട അപരാധം ഇറക്കി വിടുന്നത്. അയ്യേ, ഒരു പരട്ടപ്പടം. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം വന്ന് ഇതിലത്തെ മലയാളി ആക്ടേഴ്സിനെ കണ്ടിട്ടാണ്. ഈ അപരാധമാണ് അറിഞ്ഞിട്ട് അവർ പോയി അഭിനയിക്കുന്നുണ്ടല്ലോ. ചിലവർക്ക് ഇത് വൻ പടമായിട്ട് തോന്നും, കിടു പടമായിട്ട് തോന്നും. എനിക്ക് വൻ അപരാധമായിട്ടാണ് തോന്നിയത്. ആൻഡ് ഇതിൽ വിഷ്വൽസ് കൊള്ളാം, ആലപ്പുഴയും പരിപാടിയൊക്കെ നല്ല വൃത്തിക്ക് കാണിച്ചിട്ട്, ആൻഡ് മ്യൂസിക് വർക്ക് കൊള്ളാം. ബാക്കി ഒന്നുമില്ല. ഈ സിദ്ധാർത്ഥ് മൽഹോത്ര മറ്റേ വിരാട് കോഹ്ലിയുടെ ഫാൻ എന്തുകൊണ്ടാണ് വിരാട് കോഹ്ലി ഫാൻ എന്തുകൊണ്ടാണ് RCB ഫാൻ എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോ, വിരാട് കോഹ്ലിയുടെ താടി കണ്ടിട്ട് പറയുന്ന കുറെ പേരുണ്ട്, അതേപോലെ സിദ്ധാർത്ഥ് മൽഹോത്ര ലുക്ക് കണ്ടിട്ട് പടം കണ്ടിട്ട് യൗ എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ടാവും. സോ അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. സോ വേണ്ടവർ കണ്ടു.